ഹലോ, മലയാളം പൈൻസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയലിൻ്റെ പാർട്ട് 2ലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പാർട്ട് 1ൽ ക്രിയേറ്റ് ചെയ്ത ഇൻഡിക്കേറ്ററിനെ ഒരു സ്ട്രാറ്റജിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ആ സെറ്റപ്പ് എവിടെയൊക്കെയാണ് വിൻ ചെയ്തത്, ഏറ്റവും വലിയ വിൻ എവിടെയായിരുന്നു, എവിടെയൊക്കെ ലോസ് സംഭവിച്ചു, ഏറ്റവും വലിയ ലോസ്, ആവറേജ് വിൻ, ആവറേജ് ലോസ്, ഏത് മാർക്കറ്റ് കണ്ടീഷനിലാണ് ഇത് ബെറ്ററായിട്ട് വർക്ക് ചെയ്യുക, ഇതിൽ എന്തെങ്കിലും അഡീഷൻ എന്തെങ്കിലും ഒരു ഇൻഡിക്കേറ്ററോ എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ ഇത് കൂടുതൽ നമുക്ക് വിൻ റേഷ്യോ തരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ട്രേഡിംഗ് വ്യൂവിൽ ഒരു ഇൻഡിക്കേറ്ററിനെ ഒരു സ്ട്രാറ്റജിയിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ട്രേഡിംഗ് വ്യൂവിൽ തന്നെ ഒരു സ്ട്രാറ്റജി റിപ്പോർട്ട് കാണാൻ കഴിയും. അത് നമുക്ക് വായിച്ചുകൊണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ പെർഫോമൻസിനെ വിലയിരുത്താം. സോ ലെറ്റ്സ് ജമ്പ് ഇൻടു ദി കോഡിംഗ് പാർട്ട്. ആദ്യമായി നമുക്ക് ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കേണ്ടതായുണ്ട്. അതിനായി മേക്ക് കോപ്പി, ശേഷം ആ ഇൻഡിക്കേറ്ററിൻ്റെ പേരിനോട് ചേർത്ത് സ്ട്രാറ്റജി എന്നാണ് സാധാരണ സ്റ്റാൻഡേർഡായിട്ട് ഞാൻ ചെയ്യാറുള്ളത്. ഇവിടെ ഞാൻ മൈ വൈറ്റി സ്ട്രാറ്റജി എന്ന് കൊടുക്കുകയാണ്. ഏത് സ്ട്രാറ്റജിയാണോ നിങ്ങൾക്ക് കയ്യിലുള്ളത് അതൊരു ഓൾറെഡി ഇൻഡിക്കേറ്റർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സ്ട്രാറ്റജി എന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. സേവ് ചെയ്യുന്നു. ഓൾറെഡി ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനി ഈ സ്ട്രാറ്റജി ചാർട്ടിലേക്ക് ആഡ് ചെയ്യാം. ഇൻഡിക്കേറ്റർ ചാർട്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം ഇൻഡിക്കേറ്റർ എന്നുള്ള ഈ ഫംഗ്ഷൻ നമുക്ക് ഒഴിവാക്കാം. ഇവിടെ നമുക്ക് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. സ്ട്രാറ്റജി എന്ന ഫംഗ്ഷൻ, ഇവിടെ ടൈറ്റിൽ ഐ വൈ ടി സ്ട്രാറ്റജി എന്ന പേര് കൊടുക്കുകയാണ്. അതിനുശേഷം ഓവർലേ ട്രൂ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ ഒരുപാട് പാരാമീറ്റേഴ്സ് ഈ ഫംഗ്ഷൻ അക്സെപ്റ്റ് ചെയ്യും. കൂടുതലും നമുക്ക് സ്ട്രാറ്റജി ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടി ഈ ഫരാസ് ഉപയോഗിക്കാം. പക്ഷേ കോഡിൻ്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ കോംപ്ലക്സ് ആയിട്ടുള്ളതൊന്നും ചെയ്യുന്നില്ല. കൂടുതൽ ഇതിൽ പറയുന്ന പാരാമീറ്റേഴ്സും നമുക്ക് മാനുവലായിട്ട് സെറ്റിങ്സിലൂടെ ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് മാത്രമാണ് ഫിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്ഥലം, അതായത് ബൈ ആണെങ്കിൽ, അതായത് ലോങ് ആണെങ്കിലും ഷോർട്ട് ആണെങ്കിലും, ബൈ ആണെങ്കിൽ സെല്ലാണെങ്കിലും, ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് അത് നമ്മൾ ഇൻഡിക്കേറ്ററിൽ ആ പ്ലോട്ടിങ് അല്ലെങ്കിൽ ഒരു ലേബൽ കൊടുത്ത സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബൈ എന്നുള്ളത് ഇവിടെ ക്രോസ് ഓവർ നടക്കുമ്പോഴാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ TA.CROSSOVER ഈ കണ്ടീഷനിലാണ് ബൈ എന്ന് പറയുന്ന സിഗ്നൽ ജനറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിയുടെ എൻട്രി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ സ്ട്രാറ്റജിയുടെ എൻട്രി ആണെന്ന് പറഞ്ഞു കൊടുക്കാം. അതിനായി സ്ട്രാറ്റജി ഡോട്ട് എൻട്രി, ID എന്നുള്ളത് ഒരു യുണീക്ക് കീവേഡാണ്. അവിടെ നമുക്ക് ഒരു സ്ട്രിങ്, ഞാനിവിടെ ലോങ് എന്ന് മാത്രം കൊടുക്കുന്നു. പിന്നെ ഡയറക്ഷൻ സ്ട്രാറ്റജി ഡോട്ട് ലോങ്. ഈ ലോങ് എന്നുള്ള ID നമുക്ക് ഇതിൻ്റെ എക്സിറ്റ് പറയുമ്പോഴോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുമ്പോഴോ, ഈ ട്രേഡ് ക്ലോസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ട്രേഡ്സ് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് ഈ സ്പെസിഫിക് ട്രേഡാണ് നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടത്, ക്ലോസ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു യുണീക്ക് ഒരു ഐഡൻറ്റിഫയർ ആണ് ആ ID എന്ന് പറയുന്നത്. അടുത്തതായി ഇതിൻ്റെ സെല്ല് നടക്കേണ്ടത്, അതായത് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടത് സ്ട്രാറ്റജി എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ക്രോസ് അണ്ടർ നടക്കുമ്പോഴാണ് ഇവിടെ സെല്ല് എന്നുള്ള സിഗ്നൽ ജനറേറ്റ് ആവുന്നത്. ഇതേപോലെ ഏത് ഇൻഡിക്കേറ്ററിലും ഒരു ബൈയോ സെല്ലോ ഫസ്റ്റ് ആണോ എടുക്കേണ്ടത്, ആ ഒരു കാണിക്കുന്ന സ്ഥലം, അതായത് നിങ്ങൾ ബൈ ആണോ അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് ആണോ, ഒരു 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 പ്ലോട്ടിംഗ് ആയിരിക്കും, അതിൻ്റെ കളറായിരിക്കും ചേഞ്ച് ചെയ്യുക ബൈനെ സെല്ലിനെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ആ ചേഞ്ച് എവിടെയാണ് നടക്കുന്നത്, ആ കോഡിൽ എവിടെയാണ് നടക്കുന്നത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കണ്ടീഷനാണ് നമ്മൾ സ്ട്രാറ്റജിയിലെ എൻട്രിയും എക്സിറ്റും ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ സ്ട്രാറ്റജി ഡോട്ട് ക്ലോസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് മാറണം. അതിനായി ID എന്ന് പറയുന്നത് നമ്മൾ മുകളിലേക്ക് കൊടുത്തിട്ടുള്ള ലോങ്, അതിനുശേഷം കമൻറ്റ്, അതിനിവിടെ കമൻ്റായിട്ട് ജസ്റ്റ് എക്സിറ്റ് എന്ന് മാത്രം പറയുകയാണ്. അടുത്തതായി ക്വാണ്ടിറ്റി പെർസെൻറ്റേജ്, ഇതൊക്കെ ഡീഫോൾട്ടായിട്ട് 100 ആണ്. അപ്പോൾ ഞാനത് ഫില്ല് ചെയ്യുന്നില്ല. അടുത്തതായി ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ ട്രൂ ആയി, അതായത് ഒരു ക്യാൻഡിലിൽ അതിൻ്റെ ക്ലോസ് വെച്ചിട്ട് നമ്മുടെ കണ്ടീഷൻ ട്രൂ ആയി, ക്ലോസ് അണ്ടർ നടന്നു, ഷോർട്ട് EMA ലോങ് EMA ക്ലോസ് അണ്ടർ നടന്നു. അപ്പോൾ ആ ക്യാൻഡിലിൻ്റെ ക്ലോസ് കഴിഞ്ഞ് ജസ്റ്റ് അടുത്ത ക്യാൻഡിൽ ഫോം ആകുമ്പോൾ തന്നെ ഈ ട്രേഡ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, ഞാൻ സേവ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് ട്രേഡ്സ് എക്സിക്യൂട്ട് ആയിട്ട്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. ഓവർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ ടോട്ടൽ PNL, പെർഫോമൻസ്, അനാലിസിസ്,
ആവറേജ് ലോസ്, ആവറേജ് വിന്ന്, ലാർജസ്റ്റ് വിൻ എല്ലാം കാണാൻ കഴിയും. റേഷ്യോസ്, ലിസ്റ്റ് ഓഫ് ട്രേഡ്സ് ഇത് ട്രാക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതെവിടെയാണ് നടന്നിട്ടുള്ളത്, ഈ ട്രേഡ് എൻ്റെ എൻട്രി പോയിൻ്റ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ബൈ എടുത്തു, ഇവിടെ സെൽ എടുത്തു. ഇതാണ് ഇതിൻ്റെ ഇത്തരം ബേസിക്സ്. ഇതെങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഏത് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്താലും ഒരു കോഡിൻ്റെ സ്നിപ്പറ്റ് ഇതിൽ പേസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഗിറ്റ്ഹബ് പേജാണ്. ഇവിടെ ട്രേഡിംഗ് വ്യൂ സ്ട്രാറ്റജി റിപ്പോർട്ട് ടേബിൾ എന്നുള്ള റിപ്പോസിറ്ററിയിൽ table.py എന്നാണ് കോഡിൻ്റെ ഫയലിൻ്റെ പേര്. അപ്പോൾ ഇത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാറാണ് പതിവ്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ട്രേഡ്സ്, ഇവിടെ മൊത്തം എടുത്ത ട്രേഡുകളും വിൻ ട്രേഡും ലൂസ് ട്രേഡും ഒരു ടേബിൾ ഫോർമാറ്റിൽ കാണിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും റൈറ്റ് ടോപ്പിൽ ഒരു ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രാറ്റജിയിൽ, ഈ കോൺഫിഗറേഷനിൽ ടോട്ടൽ 82 ട്രേഡ്സ് എടുത്തിട്ടുണ്ട് 1 മിനിറ്റ് ചാർട്ടിൽ. ട്രേഡിംഗ് വ്യൂ ഇത്ര സമയം വരെ പുറകോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്നുള്ള ട്രേഡ്സാണ് കേട്ടോ. ഫുള്ളൊരു 5 വർഷം 3 വർഷം ബാക്കിലോട്ടുള്ളതല്ല. എവിടെയാണോ ഇത് ട്രേഡിംഗ് വ്യൂ നമുക്ക് തരുന്നത്, ബാക്കിലോട്ട് പോകാൻ തരുന്നത്, അവിടെ തൊട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്ത് നോക്കാം. ഷോർട്ട് EMA, ലോങ് EMA ഒക്കെ. അതിന് മുമ്പ് പ്രോപ്പർട്ടീസ് എന്നുള്ള ഒരു പേജാണ്. ഇവിടെ ഞാൻ ഇനിഷ്യൽ ക്യാപിറ്റൽ 100 1000 കൊടുക്കാം, 1000 കൊടുക്കാം. അടുത്തതായി ക്വാണ്ടിറ്റി ഞാൻ ചേഞ്ച് ചെയ്യുന്നു. USDT ഒരു എമൗണ്ട് പറയുക, 1000ൽ 10% വെച്ചിട്ടാണ് ട്രേഡിങ് നടക്കുന്നത്. ശേഷം ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ഓവർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ ടോട്ടൽ PNL കുറച്ചും കൂടെ നമ്പേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന എമൗണ്ട് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അടുത്തതായി നമുക്ക് ഇൻപുട്സിൽ പോകാം. ഇൻപുട്സിൽ ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. ഷോർട്ട് EMA കുറയ്ക്കാം. 9, 21 എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 9, 21 ടോട്ടൽ 113 ട്രേഡ്സ് എടുത്തു. 84 ലോസാണ്. 25% മാത്രമേ ഉള്ളൂ. ബട്ട് നമ്മൾ പ്രോഫിറ്റിലാണെന്നാണ് കാണിക്കുന്നത്. പ്രോഫിറ്റ് ഫാക്ടർ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അവിടെ നോയ്സ് ചിലപ്പോൾ ഉണ്ടായിരിക്കും. അതായത് ഒരു ട്രേഡ്, ഭാഗ്യത്തിന് ഒരു ട്രേഡ് ഭയങ്കര ലാഭം തന്നേക്കാം. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ലാർജസ്റ്റ് ട്രേഡ്സിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ലാർജസ്റ്റ് വിന്ന് 2.5, ലാർജസ്റ്റ് ലോസ്. അപ്പോൾ ഏതോ ഒരു ഇത്രയും വ്യത്യാസം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊക്കെ മോണിറ്റർ ചെയ്യാം. അപ്പോൾ ആ 2.5 എവിടെയാണെന്ന് നോക്കി ആ ഒരു ലോസ് എവിടെയാണ് നടന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. എക്സാമ്പിളിന് വേണ്ടി ഞാൻ ആ ഒരു ട്രേഡ് എൻട്രി എവിടെയാണ് നടന്നതെന്ന് നോക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്താണ് എൻട്രി എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ എക്സിറ്റ് ആയി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ സെല്ല് ബൈ കാണിക്കുന്നില്ല. കാരണം ട്രേഡിംഗ് വ്യൂ ഒരു സെർട്ടൺ നമ്പർ ഓഫ് ലേബൽസ് മാത്രമേ നമ്മുടെ ക്യാൻവാസിൽ പ്ലോട്ട് ചെയ്യുള്ളൂ. ഇത്രയും ബൈ സെല്ല് ഇവിടെ പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് ബാക്കിലോട്ട് അത് കാണിക്കാത്തത്. അത് ഒരു സ്പെസിഫിക് ഡേറ്റ് റേഞ്ചിൽ കാണിക്കാനൊരു ട്രിക്കുണ്ട്. അതൊരു ഡേറ്റ് റേഞ്ച് പറഞ്ഞിട്ട് ടൈം സ്റ്റാമ്പ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് റീസെറ്റ് ചെയ്യാം. ശേഷം ഞാൻ പിന്നെയും നമ്മുടെ സ്ട്രാറ്റജി ഫൈൻ ട്യൂൺ ചെയ്യിക്കുകയാണ്. 15 അല്ലെങ്കിൽ 30, 90 കൊടുക്കുമ്പോൾ 42%ലേക്ക് ജമ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്ട്രാറ്റജി. പ്രോഫിറ്റും ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇതൊരു കംപ്ലീറ്റ് ഒരു ലേണിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. ഇത് ഉപയോഗിച്ച് ട്രേഡ് എടുക്കാനോ അല്ലെങ്കിൽ ഈ സെറ്റപ്പ് ഒരു റിയൽ സെറ്റപ്പായിട്ടോ ഞാൻ പറയുന്നില്ല. ജസ്റ്റ് പൈൻ സ്ക്രിപ്റ്റ് ലേൺ ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ ബേസിക്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഇവിടെ ഷോ ചെയ്തത്. ഞാനിവിടെ ഷോർട്ട് EMA 25ഉം ലോങ് 30 കൊടുത്തു. ഈ ഷോർട്ട് EMA നമ്മൾ ലോങ് EMAക്കാട്ടിലും 25 കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് വിൻഡർഷി കൂടുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ ട്രേഡ്സ് അനലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് PNL കാണാൻ കഴിയും, വിൻഡർഷിയും കാണാൻ കഴിയും. ഇത് തമ്മിലുള്ള ഒരു ബാലൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നല്ല വിൻഡർഷി ഉണ്ടായിരിക്കും, പക്ഷേ PNL വളരെ ചെറുതായിരിക്കും. കാരണം അവിടെ ഒരു വലിയൊരു ലോസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അത് കവർ ചെയ്യുക. അപ്പോൾ ആ സിറ്റുവേഷൻ നമ്മൾ ഗ്രാഫിൽ നോക്കിയിട്ട് എന്തുകൊണ്ടാണ് അവിടെ സംഭവിച്ചതെന്ന് നോക്കുക. അങ്ങനെ വന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ലോജിക്ക് കണ്ടുപിടിച്ചതുകൊണ്ട് അവിടെ ലോജിക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ആ കണ്ടീഷൻ ഒഴിവാക്കുക. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു ബാലൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത്. ഞാനിവിടെ
ലോങ് 15 കൊടുക്കുന്നു, 22 കൊടുക്കുന്നു, ഷോർട്ട് 64. നിങ്ങൾക്ക് ടോട്ടൽ പി എൻ എല്ലിൽ വ്യത്യാസം വരുന്നത് കാണാൻ കഴിയും. ഇവിടുത്തെ ട്രേഡ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഇവിടെ ഒരു ബൈ നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് താഴോട്ട് പോകുന്നത് കാണാൻ കഴിയും. നല്ലതുപോലെ ലോസിലാണ്. ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഒരു ടേക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ATR ഉപയോഗിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സാധാരണ ഞാൻ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ സിറ്റുവേഷനിൽ. ഇപ്പോൾ ഒരു സെർട്ടൺ പെർസെൻറ്റേജിന് താഴെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു സെർട്ടൺ പ്രൈസിന് താഴെ പോകുമ്പോഴോ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കോഡ് നമുക്ക് എഴുതാൻ കഴിയും. നമുക്ക് ഈ ഡേറ്റ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു CSVയിലോട്ട് മാറ്റി നമുക്ക് അവിടെ ലെവറേജ് ട്രേഡിംഗ് നടന്നു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ്, എത്രത്തോളം ഫീസ് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് ഇതിൽ നിന്ന് ട്രേഡിംഗ് വ്യൂവിൽ നിന്ന് ഈ ടേബിൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതും അതിനൊരു പൈത്തൺ കോഡ് ഉപയോഗിച്ചിട്ട് ഞാനൊരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റിൽ പറയുകയാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. ക്യാൻവാസിലൂടെ തന്നെ സഞ്ചരിച്ച് ഈ ട്രേഡിനെ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജിയെ വിലയിരുത്താം. അപ്പോൾ നമുക്ക് ആവറേജ് വിന്നിങ് ട്രേഡ് എന്ന് പറയുന്നത് 0.21, ലൂസിങ് ട്രേഡ് 0.30. അപ്പോൾ നമുക്ക് ലോസാണ് കൂടുതൽ. അപ്പോൾ ലോസ് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് എന്നുള്ള അത് വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോ നമുക്ക് നെക്സ്റ്റ് ടൈം പാർട്ട് 3 ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ ഞാൻ ബേസിക്കായിട്ട് സ്ട്രാറ്റജി എൻട്രിയും സ്ട്രാറ്റജി ക്ലോസും ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കാണുന്ന ഈ പ്രോപ്പർട്ടികൾ സ്ട്രാറ്റജിയുടെ സെറ്റിങ്സിൽ പ്രോപ്പർട്ടിയിൽ കാണുന്ന ഈ പാരാമീറ്റേഴ്സ് എല്ലാം നമുക്ക് കോഡിൽ തന്നെ ചെയ്യാൻ കഴിയും. ഇവിടെ ഞാൻ കോഡ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ഒന്നും എഴുതായിരുന്നത്. ഈ സ്ട്രാറ്റജി ഈ എൻട്രിക്ക് മൾട്ടിപ്പിൾ ക്ലോസ് നമുക്ക് ചെയ്യാൻ കഴിയും. ഈ എൻട്രിയുടെ കൂടെ തന്നെ നമുക്ക് സ്റ്റോപ്പും ലിമിറ്റും പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അതൊരു കാൽക്കുലേഷൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ്റെ മുകളിൽ നമുക്കൊന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ പാർട്ട് 3 നമ്മൾ ഇതിനെ ഒരു EMA കൂടെ ട്രെൻഡ് EMA എന്നുള്ള EMA ഉപയോഗിച്ചുകൊണ്ട് ഫൈൻ ട്യൂൺ ചെയ്യിക്കുകയാണ്. അതായത് ലോങ് കണ്ടീഷനിലാണ് നമ്മൾ ഈ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പെയറിഷ് സിറ്റുവേഷനിൽ ഇതൊന്നും വർക്ക് ചെയ്യണ്ട എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഒരു തേർഡ് EMA കൂടെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഫൈൻ ട്യൂൺ ചെയ്യാൻ നോക്കാം. പിന്നെ സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് എങ്ങനെയാണ് സിമ്പിളായിട്ട് കോഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് പാർട്ട് 3 ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.